പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് നേർവഴി കാട്ടേണ്ടവരാണ് അധ്യാപകർ. അതേ അധ്യാപകർ തന്നെ അവരുടെ ജീവിതം പോലും ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ചെയ്തു എന്ന വാർത്തകൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുമുണ്ട്. ഇപ്പോഴിതാ ചെന്നൈ അണ്ണാ സർവകലാശാലയിലെ ഒരു പ്രൊഫസർ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ചെന്നൈ അണ്ണാ സർവകലാശാലയിലെ സീനിയർ പ്രൊഫസറാണ് വിദ്യാർത്ഥിനിയുടെ ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ 3 വർഷമായി നേരിട്ടും അശ്ലീല സന്ദേശങ്ങൾ അയച്ചും ജ്ഞാനവേൽ ബാബു എന്ന പ്രൊഫസർ തുടർച്ചയായി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രൊഫസർക്കെതിരെ ഉചിതമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി വ്യാഴാഴ്ച രാത്രിയാണ് ചെന്നൈ പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പരാതിയുമായി എത്തുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പരാതി മൈലാപ്പൂർ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കൈമാറുകയും സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. നിർദ്ദേശത്തെ തുടർന്ന് അഭിരാമപുരം ഓൾ വുമൺ പോലീസ് പരാതിയിൽ അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ പ്രൊഫസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുനെൽവേലിയിൽ നിന്നാണ് സർവകലാശാല ഭരണകൂടം സസ്പെൻഡ് ചെയ്ത പ്രൊഫസർ ജ്ഞാനവേൽ ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പോലീസിൽ നിന്ന് മുങ്ങി നടന്ന പ്രൊഫസറെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിഷേധങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് അണ്ണാ സർവകലാശാല പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുന്നത്. സംഭവത്തെപ്പറ്റി ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം കൂടി നമുക്ക് കേൾക്കാം. Among students, a girl, she might have gone very late walking within the campus. Yeah. Then the professor will be arrested. See, when there is a crime occurred, the police takes immediate action and arrest the culprit and put them in jail. That is what the police can do. These things are not law and order question. These are individual things which the police are taking stringent action against the people. In no case that police have not arrested the culprit if they have found him. I don't know, maybe it is a professor, that girl might not have known what to do with her. It concerns her education also. There are certain things where people take advantage of their power in certain places. That too is not a law and order question. It is an individual crime. 1998 തമിഴ്നാട് സ്ത്രീ പീഡന നിരോധന നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 78 പ്രകാരവുമാണ് നിലവിൽ ജ്ഞാനവേൽ ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രൊഫസർ മറ്റ് നിരവധി വിദ്യാർത്ഥിനികളെയും ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥിനി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. 2 തവണ പരാതിപ്പെട്ടിട്ടും അധികാരികൾ കൃത്യമായ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതോടെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.